നമസ്കാരം. എല്ലാ സ്നേഹിതർക്കും മെറി ക്രിസ്മസ്. ഓർമ്മകളുടെ വേലിയേറ്റക്കാലമാണല്ലോ ക്രിസ്മസ്. എൻ്റെയും ഇത്തിരി ഓർമ്മകൾ പറയാം കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഞാൻ 2 വയസ്സുള്ള മോൻ്റെ അമ്മയാണ്. എൻ്റെ വയറ്റിൽ 6 മാസമായ ഒരു കുഞ്ഞുണ്ട്. വീട്ടിൽ 5.5 വർഷമായി ഒരേ കിടപ്പിലായ അർത്തൃമാതാവും വയോധികനായ പിതാവുമുണ്ട്. അതിനാൽ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോകാൻ യാതൊരു സാഹചര്യവുമില്ല. ആ ക്രിസ്മസ് കാലത്ത് എനിക്ക് വല്ലാത്ത ഗ്രഹാതുരത്വം പിടികൂടി. പിറ്റേന്ന് ക്രിസ്മസ് ആണ്. അന്ന് ഭർത്താവിൻ്റെ ബിസിനസ് സ്ഥാപനത്തിന് അവധിയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ ഒരു കൊതി. പിറ്റേന്നത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് അടുക്കളയിലെ സഹായിക്ക് വീട്ടുകാര്യങ്ങളൊക്കെ ഞാൻ കൈമാറി. ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു നമുക്ക് ഒത്താൽ വീട് വരെ ഒന്ന് പോകണമെന്ന്. അദ്ദേഹം വൈകിട്ട് വന്നപ്പോഴേക്കും ഞാനും മോനും ഒരുങ്ങി നിൽപ്പാണ്. എപ്പോഴും ഛർദ്ദിക്കുന്ന ഗർഭിണിയുമായി ആ രാത്രിയിൽ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിലുള്ള ഭാര്യ വീട്ടിലേക്ക് വരെ പോകാൻ പുള്ളിക്കാരന് ഒരു മടി. അപ്പോൾ എനിക്ക് മനസ്സിലായി പോക്ക് നടക്കുകയല്ലെന്ന്. അപ്പോൾ ഞാനങ്ങ് പരിഭവിച്ചു. ഞാനിങ്ങനെ അടുക്കളയും രോഗിയെ നോട്ടവും കൊച്ചിനെ വളർത്തുമായി അങ്ങനെ കഴിഞ്ഞോളാം. എൻ്റെ തലവര. ഞാൻ സഹതാപതരംഗം വാരി വിതറി. പുള്ളി പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഭർത്തൃപിതാവ് അത് കേട്ടു. അദ്ദേഹം എനിക്ക് കട്ട സപ്പോർട്ടായി. എടാ സൂക്ഷിച്ചു വണ്ടി വിട്ടാൽ മതി. അവൾക്കും അവളുടെ വീട്ടിൽ നിന്ന് പോകാൻ ആഗ്രഹമില്ലേ? നാളെ നിനക്ക് അവധിയല്ലേ? ഒന്ന് പോയി വാ. വഴിയിലൊക്കെ കരോൾ സംഘങ്ങൾ ഇഷ്ടംപോലെ കാണും. നീ ഒന്ന് പോയിട്ട് വാ, ഒന്നും പേടിക്കാനില്ല. ഡാഡി അത് പറഞ്ഞതോടെ ഭർത്താവ് ഒരുങ്ങി. അന്ന് ഞങ്ങൾക്ക് ബുള്ളറ്റാണ് വാഹനം. നല്ല തണുപ്പ്, നല്ല മഞ്ഞുള്ള കാലമാണ്. കുഞ്ഞിനെ നടുക്കിരുത്തി ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. നല്ല തണുത്ത കാറ്റും മഞ്ഞും കൂടി ആയപ്പോൾ ഞാൻ വിറച്ചു തുടങ്ങി. ഭർത്താവ് വിൻചീറ്ററൊക്കെ ധരിച്ചിട്ടുണ്ട്. മകനാണെങ്കിൽ കമ്പിളി ഉടുപ്പും. ഞാനാകെ തണുത്ത് വിറച്ചു. കൊച്ചിനെ നടുക്കിരുത്തി അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. എന്നാലും നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണല്ലോ എന്നോർത്തപ്പോൾ ഉഷാറായി. നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തേക്ക് നോക്കിയപ്പോൾ അന്നതില്ലാത്തൊരു സന്തോഷം. ഞാൻ ഭർത്താവിനെ തോണ്ടി വിളിച്ചു. ഇതേ നോക്കിക്കേ, നല്ല തെളിഞ്ഞ ആകാശത്ത് മിന്നുന്ന ഒരു നക്ഷത്രം. 1000കണക്കിന് 10000കണക്കിന് നക്ഷത്രങ്ങൾക്കിടയിൽ ആ ഒരു നക്ഷത്രം മാത്രം ഇത്ര തിളക്കത്തോടെ. ഒരു പക്ഷേ ജ്ഞാനികൾ കണ്ട നക്ഷത്രമായിരിക്കും അല്ലയോ? അല്ലെങ്കിൽ ഈ ക്രിസ്മസ് കാലത്ത് മാത്രം ഇതെങ്ങനെ ഇങ്ങനെ തെളിയുന്നു? ഞാൻ ഭർത്താവിനോട് ചോദിച്ചു. ഞാൻ വണ്ടി ഓടിക്കണോ നക്ഷത്രം നോക്കണോ? അച്ചായൻ്റെ മറുപടി, രാത്രി കാലത്തെ യാത്രയുടെ കലിപ്പ് തീർന്നിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. വഴിയെങ്ങ നക്ഷത്ര വിളക്കുകൾ, വർണ്ണ ബൾബുകളാൽ അലങ്കൃതമായ പൂമരങ്ങൾ, പടക്കം പൊട്ടുന്ന ശബ്ദങ്ങൾ, ദൂരെ കാരൽ സംഘങ്ങളുടെ പാട്ടിൻ്റെ ശബ്ദം. ആഹാ! എന്തൊക്കെയായാലും വർഷത്തിൽ ഏറ്റവും പ്രസന്നമായ കാലാവസ്ഥയും അന്തരീക്ഷവും ക്രിസ്മസ് കാലത്താണ് അല്ലേ? പാലപൂത്ത മണം കുമുകുമാന്ന് മൂക്കിൽ അടിച്ചു കയറുന്നു. അങ്ങനെ മല്ലപ്പള്ളി പാലം കഴിഞ്ഞു. എനിക്ക് ഛർദ്ദിക്കാനൊരു തോന്നൽ. നിർത്താൻ പറയാൻ വാ പൊളിക്കുന്ന മുമ്പേ ഞാൻ വാളു വെച്ചു. ഭർത്താവ് ഒന്നും അറിയുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ മുടിക്ക് പിടിച്ചൊരു വലി വെച്ചു കൊടുത്തു. കാരണം തല കറങ്ങി ഞാൻ വീഴുമെന്ന് എനിക്ക് പേടിയുണ്ട്. പുള്ളിക്കാരൻ വണ്ടി ഒരു ഓരം ചേർത്ത് നിർത്തുമ്പോഴേക്കും ഞാൻ ആഘോഷമായി ആഞ്ഞ് ഛർദ്ദിക്കുകയാണ്. കക്ഷി കുഞ്ഞിനെ എടുത്ത് റോഡരികിൽ നിർത്തി. അതിനടുത്ത് ഞാൻ കുത്തിയിരുന്ന് പൂർവാധികം ശക്തിയിൽ കലാപ്രകടനം തുടർന്നു. അപ്പോൾ അദ്ദേഹം തുടങ്ങി. ഞാൻ പറഞ്ഞതാ രാവിലെ പോരാമെന്ന്. കേൾക്കണ്ടേ ഈ പാതിരാത്രിക്ക് കുത്തിയിരുന്നൊരു ഛർദി. എൻ്റെ പുറമൊന്ന് തടവുക പോലും ചെയ്യാതെ പുള്ളി പ്രസംഗിക്കുകയാണ്. അപ്പോഴാണ്ട് വളവ് തിരിഞ്ഞ് ഒരു കാരൽ സംഘം വരുന്നു. 10-20 പേരുള്ള വലിയൊരു സംഘമാണ്. ഈ രാത്രിയിൽ വൈദ്യുതി വിളക്കുകാലിൻ്റെ ചുവട്ടിലിരിക്കുന്ന സ്ത്രീയെ കണ്ട് അവരന്തം വിട്ടു. മണി 10:30 കഴിഞ്ഞിട്ടുണ്ട്. അവർ വേഗം അടുത്തു വന്നു. കാര്യമറിഞ്ഞപ്പോൾ കൂട്ടത്തിലൊരു പയ്യൻ ഒരു ഓറഞ്ച് എടുത്ത് നീട്ടി. അമ്മാമ്മേ, ഇത് പൊളിച്ച് തിന്നിട്ട് തൊലി ഞെരടി മണപ്പിച്ചു. ഛർദിലൊക്കെ പമ്പ കിടക്കും. അന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ മൂത്തവരെ വിളിക്കുന്നത് അമ്മാമ്മയെന്നാണ്. എൻ്റെ കൊച്ചപ്പോഴേക്കും പാപ്പ, ക്രിസ്മസ് പാപ്പ വിളിച്ചോണ്ട് അവർക്ക് നേരെ കൈ നീട്ടി. ചുവന്ന വേഷങ്ങളും മുഖംമൂടിയും സാൻഡായും കൊച്ചിനങ്ങ് പിടിച്ചുപോയി. ഒരാൾ അവനെ എടുത്ത് ഒക്കത്ത് വെച്ചു. അന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പാട്ടുകാർക്ക് ഇങ്ങനെ മധുരം നൽകാറുണ്ടായിരുന്നു. എൻ്റെ ഭർത്താവിന് ഇതൊന്നും പിടിച്ചില്ല. അദ്ദേഹം വണ്ടി കയറിയിരുന്നു. കൊച്ചിന് നേരെ ഞാൻ കൈ നീട്ടിയപ്പോൾ അവനും വരാൻ മടി. കാരൽക്കാർക്കൊപ്പം പോകാനാണ് അവനിഷ്ടമെന്ന് എനിക്ക് മനസ്സിലായി. കൂട്ടച്ചിരിക്കിടെ ഒരുത്തൻ പറഞ്ഞു, ഡാ നമ്മുടെ കൊച്ചിനു വേണ്ടി ഒരു പാട്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി പാലൊളി തൂവിയ പാതിരാ നേരത്ത് എന്ന പഴയ മനോഹരമായ ക്രിസ്മസ് ഗാനം ഞങ്ങൾക്ക് മാത്രമായി ആ നടു റോഡിൽ ആടിപ്പാടി. കടന്നു പോകുന്ന വാഹനങ്ങളിൽ നിന്ന് ആ കാഴ്ച കണ്ട് എത്തി നോക്കുന്ന ശബരിമല അയ്യപ്പന്മാർ. പാട്ട് തീർന്നതും സാന്റ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് മോനെ എടുത്തു.
അയാളുടെ മുഖം മൂടി മാറ്റി കുഞ്ഞിനൊരു ഉമ്മ കൊടുത്ത് അപ്പൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അപ്പോഴാണ് മനസ്സിലായത് അത് 10-18 വയസ്സ് മാത്രമുള്ള ഒരു പയ്യനായിരുന്നു. വലിയ കുടവയറൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു മധ്യവയസ്കനായിരിക്കും എന്നാണ്. എന്നാൽ ഞങ്ങൾ പോട്ടെ, കുറേ വീടുകളിൽ കയറാനുള്ളതാണ്. സംഘം ലീഡർ ധൃതിപ്പെട്ടു. എന്തൊരു സന്തോഷം! ഛർദി അടങ്ങി, മനസ്സ് ശാന്തമായി. കാരൽ സംഘം കൈവീശി മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് യാത്രയായി. മല്ലപ്പള്ളി പാലം കയറി സംഘം ആടിപ്പാടി പോകുന്നത് മോൻ സങ്കടത്തോടെ നോക്കിയിരുന്നു. ഞാൻ അച്ഛൻ്റെ മുഖത്തേക്ക് ഒന്ന് പാളി നോക്കി. ആ കലിപ്പൊന്ന് തണുപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, വീട്ടിലിരുന്നാൽ ഇത് വല്ലതും സംഭവിക്കുമായിരുന്നോ? നമുക്ക് വേണ്ടി മാത്രം 4 വരി പാട്ട് ഈ പൊതു റോഡിൽ കിട്ടുമായിരുന്നോ? പക്ഷേ ഡയലോഗ് ഒന്നും കേട്ടിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. പിന്നെയും അരമണിക്കൂറോളം കഴിഞ്ഞാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. ഗർഭിണിയുടെ സാഹസിക യാത്രയ്ക്ക് വീട്ടിൽ നിന്ന് ഇച്ചിരി വഴക്ക് കേട്ടെങ്കിലും സ്വന്തം വീട്ടിലെ വായു ശ്വസിക്കുമ്പോൾ എന്തൊരു സുഖമാണ് പ്രിയമുള്ളവരെ. അത് സ്ത്രീകൾക്ക് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. കാലത്തിൻ്റെ ഒരു ഓട്ടം. അപ്പനും അമ്മയും കാലപ്രവാഹത്തിൽ മാഞ്ഞുപോയി. ആ കുഞ്ഞു വാവ 42കാരനായി. അവനുണ്ട് 2 ആൺകുഞ്ഞുങ്ങൾ. അവരിപ്പോൾ കാനഡയിൽ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ഉദരത്തിൽ കിടന്ന് അന്നെന്നെ ഛർദ്ദിപ്പിച്ച മകൾ അമേരിക്കയിലും. എന്നാലും എല്ലാ ക്രിസ്മസ് കാലത്തും ആ ഗായക സംഘം എൻ്റെ ഓർമ്മയിലെത്തും. ആ രാത്രിയും ആ മഞ്ഞും ആ തണുപ്പും ബുള്ളറ്റിലുള്ള യാത്രയും ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന എൻ്റെ കുഞ്ഞും പാലപ്പൂവിൻ്റെ വാസനയും. മല്ലപ്പള്ളി പാലത്തിനപ്പുറത്തെ ആ വളവിൽ ഒരു കുഞ്ഞിനു വേണ്ടി മാത്രം അവർ പാടിയ 4 വരി പാട്ടുകൾ. 4 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ പാട്ടും അവരുടെ ശബ്ദവും മേളവും ഒന്നും മനസ്സിൽ നിന്ന് മായുന്നില്ല. പ്രിയരെ, നിങ്ങൾ ഞങ്ങളെ ഓർമ്മിക്കുന്നുണ്ടോ? ആ വിളക്കുകാലിൻ്റെ ചുവട്ടിലിരുന്ന ഒരു സ്ത്രീയെയും അതിനോട് ചേർന്ന് നിന്ന ഒരു പുരുഷനെയും ഒരു കൊച്ചു കുഞ്ഞിനെയും അവനെ എടുത്ത് ചുംബിച്ചത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ മറന്നുപോയി കാണും. പക്ഷേ എനിക്കത് മറക്കാൻ പറ്റില്ല. അതൊരു പ്രത്യേക അനുഭവമാണ്. നിങ്ങൾക്കെല്ലാവർക്കും സൗഖ്യമല്ലേ? ഈ ക്രിസ്മസ് കാലത്തും നിങ്ങൾ കരോൾ ഗാനവുമായി ഇറങ്ങിയിട്ടുണ്ടോ? എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ഞാനും ആശംസിക്കുന്നു. ഒരാളെങ്കിലും നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇത് കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും മെറി ക്രിസ്മസ്. ഗോഡ് ബ്ലെസ് യു.